മോഡലിംഗിന്റെ മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ രണ്ടാം പ്രതി അലീനയുടെ പങ്ക് വ്യക്തമാകുന്ന ഒരു ശബ്ദരേഖ 24-ന് കിട്ടി. ഇടനിലക്കാരനുമായി തുക പറഞ്ഞുറപ്പിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു കിട്ടിയത്. ആ ശബ്ദരേഖ കേട്ടുള്ളൂ. സാഗർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, അലീന ബിസി ആണോ? ഞാൻ പറഞ്ഞു ഇല്ലപ്പാന്ന്. അപ്പ പറഞ്ഞു വിളിച്ചപ്പോൾ ഞാൻ അവൈലബിൾ അല്ലാത്തോണ്ട് റഹ്മത്തിനെ കയറ്റിന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് കണക്ട് ചെയ്യാറുന്നില്ലേന്ന് ചോദിച്ചതാ. അല്ല, ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ ഉണ്ടെന്ന്, പക്ഷെ ഞാൻ ഇല്ല പറഞ്ഞോണ്ട് റഹ്മത്തിൻ്റെത് ഓക്കെ ആക്കിയതാ. ഇപ്പം ചേച്ചിക്ക് 1000 കൊടുത്തിട്ട് 1 ഷോട്ടിന്റെ പൈസ വാങ്ങിയാൽ 10K, പിന്നെ 400 എക്സ്ട്രാ തന്നാലും 10K നൈറ്റിന്റെ പൈസ ആവണുള്ളൂ. അപ്പൊ അതിനേക്കാളും ഇത്രയും നേരം ഇരുന്നുകൊണ്ട് ഫുൾ നൈറ്റിന്റെ പേയ്മെന്റ് പോലെയാണ് തന്ന 1200 തന്നെന്ന് പറഞ്ഞാൽ 1200 കൊടുക്കാം. അപ്പൊ എനിക്ക് അതിൽ നിന്ന് 20 കിട്ടും, പിന്നെ 200 എക്സ്ട്രാ ഉണ്ടല്ലോ. ചേച്ചി വിജയം വിളിച്ചോണ്ടിരിക്കുക, സാഗർ മെസ്സേജ് ഇട്ട് എത്രയും പെട്ടെന്ന് എത്താൻ വേണ്ടിട്ട് കസ്റ്റമർ വെയിറ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ നിക്കുന്നില്ല ചേച്ചി, വേറെ ടാക്സി നോക്കിട്ടാ, നിക്കുന്നില്ലേ, നമ്മൾ പോവാ. നിരവധി യുവതികളെ വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഒന്നാം പ്രതി സിന്ധുവിന്റെ മൊഴി. കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം സിന്ധു ഒളിവിൽ കഴിഞ്ഞത് ഒരു ഗൂണ്ടാ നേതാവിന്റെ ഫ്ളാറ്റിലാണെന്നും വിവരം കിട്ടിയിട്ടുള്ളത്. സെക്സ് റാക്കറ്റിന് ഗൂണ്ടാ ബന്ധവും അന്വേഷണ സംഘം കണ്ടെത്തി. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. ഈ കേസിൽ പ്രതികളുടെ പങ്ക് കൂടുതൽ വ്യക്തമാക്കുന്ന ശബ്ദരേഖകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ കേസിൽ നേരത്തെ അറസ്റ്റിലായ അലീന പറയുന്ന കാര്യങ്ങളാണ്, എങ്ങനെയാണ് ഇതിന്റെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ 5-ാം പ്രതിയായ റഹ്മത്തിനെ കുറിച്ചും അലീനയുടെ ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം അലീന ഈ കേസിൽ നിരപരാധിയാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ നിലവിൽ അങ്ങനെയല്ല. അലീനക്ക് ഈ കേസുമായി കൃത്യമായ പങ്കുണ്ട് എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നതിലെ പ്രധാനപ്പെട്ട തെളിവുകൾ ഇത്തരത്തിലുള്ള ശബ്ദരേഖയാണെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം ഈ കേസിൽ പ്രധാന പ്രതി എന്ന് കരുതുന്ന സിന്ധുവിന്റെ മൊഴി കൂടി പുറത്തു വരികയാണ്. സിന്ധു ഈ റാക്കറ്റിനെ നിയന്ത്രിച്ചിരുന്ന കണ്ണികളിൽ ഒരാൾ തന്നെയാണ്. സിന്ധു 14 വർഷമായി വിദേശത്ത് ജോലി ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ വിദേശ ഷോകൾ അടക്കം ഫാഷൻ ഷോയും മോഡലിംഗ് ഷോയും ഒക്കെ ചെയ്യുന്ന ആളാണ് സിന്ധു. അതിന്റെ മറവിലാണ് ഈ പെൺകുട്ടികളെ ഇവിടെ നിന്ന് വിദേശത്തേക്ക് എത്തിച്ചിരുന്നത് എന്നാണ് സിന്ധു മൊഴി നൽകിയിട്ടുള്ളത്. എത്ര പേരെ എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സിന്ധുവിന് തന്നെ ഒരു വ്യക്തതയില്ല. അതിന്റെ കണക്കെടുക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ചൊരു വെല്ലുവിളി ഉള്ളത്, കൂടുതൽ പരാതികളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. നിലവിൽ ഒരു കേസാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആ കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് 4 പേരാണ്. അതിൽ ഇപ്പോൾ സിന്ധുവിനെ അടക്കം നിയന്ത്രിച്ചിരുന്നത് ബിലാൽ എന്ന ശ്രീകുമാർ ആണെന്നും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ആ ശ്രീകുമാർ ആദ്യം വിദേശത്തായിരുന്നു. പിന്നീട് ഈ സെക്സ് റാക്കറ്റ് ആരംഭിച്ചതിന് ശേഷം അയാൾ നാട്ടിലേക്ക് എത്തി. ഈ പരാതിക്കാരി പറയുന്നത് ഇയാൾ തന്റെ കുടുംബത്തിലടക്കം വന്ന് തന്റെ കുടുംബത്തെ കൺവിൻസ് ചെയ്ത് ഒരു മോഡലിംഗ് ഷോ ചെയ്തു കഴിഞ്ഞാൽ, ഒരു റാം ഷോ ചെയ്തു കഴിഞ്ഞാൽ 50,000 രൂപ നൽകാം, അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് കരകയറാം തുടങ്ങി കുടുംബത്തെ അടക്കം കൺവിൻസ് ചെയ്താണ് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയത്. ശ്രീകുമാർ ഈ കേസിലെ അല്ലെങ്കിൽ ഈ സംഘത്തിലെ പ്രധാന കണ്ണിയാണ് എന്ന് ഈ പെൺകുട്ടി രഹസ്യമൊഴി നൽകിയിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശ്രീകുമാറിനെയും അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ രാജ്യാന്തര സെക്സ് റാക്കറ്റ് സംഘത്തിലെ പ്രധാനപ്പെട്ട പ്രതികളൊക്കെ പിടിയിലായിട്ടുണ്ട്. ഇനി ഇതിലൊരു ഗുണ്ടാബന്ധം, ഔറംഗസേബ് എന്ന് പറയുന്ന ഗുണ്ടാ നേതാവിന് ഈ സിന്ധുവിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പോയിട്ടുണ്ട്. അത് എന്തിനു നൽകി? അത് ഈ സംരക്ഷണത്തിന് വേണ്ടിയാണോ നൽകിയത്? ഒപ്പം അതല്ലെങ്കിൽ ഇയാൾക്ക് ഇതുമായി ഡയറക്റ്റ് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിക്കുന്നു. ഇയാളെ ചോദ്യം ചെയ്യാനുള്ള നടപടിയിലേക്കും പോലീസ് കടക്കുകയാണ്. ഇയാളെ നിരീക്ഷിച്ചു വരികയാണെന്നാണ് കൊച്ചി സൗത്ത് ACP വ്യക്തമാക്കിയിട്ടുള്ളത്. കേസിൽ വരും ദിവസങ്ങളിൽ ഒരു 3 അറസ്റ്റിന് കൂടിയുള്ള സാധ്യത നിലവിൽ കാണുന്നുണ്ട്. SK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.